MBBSന്റെയും BDSന്റെയും ഫസ്റ്റ് അലോട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് മിസ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാം 5-ാം തീയതി ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരുന്നു മക്കളെ. MBBSന്റെയും BDSന്റെയും ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ്, അതിന്റെ ഒരു താൽക്കാലിക അലോട്ട്മെന്റ്. അപ്പോൾ നിലവിൽ MCCയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ കേരള MBBSന്റെയും BDSന്റെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ആ വന്ന അലോട്ട്മെന്റ് ഇനി ഉണ്ടാവില്ല, അത് റിവൈസ് ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട, അയ്യോ എനിക്ക് കിട്ടിയതാണ്, എൻ്റെ അവസരം നഷ്ടപ്പെടുമോ എന്നൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട. ഇത് ഏറ്റവും വലിയൊരു അവസരമായിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. അപ്പൊ പുതിയ സ്കെഡ്യൂൾ മിസ് പറഞ്ഞുതരാം. പുതിയ സ്കെഡ്യൂൾ അനുസരിച്ച് വീണ്ടും ഓപ്ഷൻ രജിസ്ട്രേഷനും അതേപോലെ വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒരു വലിയ അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. 9-ാം തീയതി മുതൽ ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 15 വരെ, ഓഗസ്റ്റ് 15 11:59 PM വരെ ആയിരിക്കും നിങ്ങൾക്ക് സിയുടെ വെബ്സൈറ്റിൽ ഈ ഫെസിലിറ്റി അവൈലബിൾ ആകുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പോയിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമോ എന്നൊന്നും വറീഡ് ആവണ്ട. ഇപ്പോൾ അത് അവൈലബിൾ ആയിരിക്കില്ല. 9-നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മുതൽ 15 വരെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 15 ഈവനിങ് 11:59 PM രാത്രി വരെ ടൈം ഉണ്ട്. അതിനുശേഷം അതുവരെ കിട്ടുന്ന ഓപ്ഷന്റെ ബേസിൽ 16-ാം തീയതി കഴിഞ്ഞ ദിവസം വന്ന പോലെ ഒരു താൽക്കാലിക അലോട്ട്മെന്റ്, ഒരു പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം 18-നായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് 16-ാം തീയതി വരുന്ന താൽക്കാലിക അലോട്ട്മെന്റിൽ എന്തെങ്കിലുമൊക്കെ പരാതികളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് 18-ാം തീയതി 1-ാം ഘട്ട അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് വലിയൊരു അവസരമാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരള അലോട്ട്മെന്റിനെ സംബന്ധിച്ച് ഒരു തവണ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുക. ഫസ്റ്റിൽ നിങ്ങൾ കൊടുക്കുന്ന അതേ ഓപ്ഷൻസ് വെച്ചിട്ടായിരിക്കും സെക്കൻഡിലും തേർഡിലും നിങ്ങളെ കൺസിഡർ ചെയ്യുക. പിന്നീട് വരുന്നത് സ്ട്രേ വേക്കൻസി, അവിടെ ഒഴിവുള്ള വളരെ കുറച്ച് സീറ്റുകളിലേക്കായിരിക്കും അവിടേക്ക് അലോട്ട്മെന്റ് നടത്തുക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു അവസരമായിട്ട് കണക്കാക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലായി കാണും. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, സെൽഫ് ഫിനാൻസിങ്ങിലാണോ കിട്ടുക, ഗവൺമെന്റ് MBBS കിട്ടുമോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് വേണ്ടാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റ് ഒക്കെ നടത്തുക. കാരണം എന്തായാലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുന്നത് എവിടെയാണെങ്കിലും, അത് ഗവൺമെന്റ് MBBS ആണെങ്കിലും, സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ MBBS ആണെങ്കിലും, ഗവൺമെന്റ് BDS ആണെങ്കിലും, പ്രൈവറ്റ് BDS ആണെങ്കിലും, ഏത് സീറ്റ് ആണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തേ മതിയാകൂ. ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളെ സെക്കൻഡിലും തേർഡിലും ഒക്കെ കൺസിഡർ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് തന്നെ പുറത്താകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ആവശ്യമുള്ള സീറ്റുകൾ, ആവശ്യമുള്ള കോഴ്സുകൾ, കോളേജുകൾ മാത്രം നിലനിർത്താൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ വീണ്ടും എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനോ ഒക്കെ ഉള്ളവർ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം 16-നായിരിക്കും ആദ്യത്തെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊരു അവസരമായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതനുസരിച്ച് റാങ്ക് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് സെക്കൻഡിലോ തേർഡിലോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റും ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂളും ഒരു ചെറിയ മാറ്റമുണ്ട്. അതായത് ഇന്ന് 7-ാം തീയതി 1:30 വരെ, 1:30 PM വരെ ഓൾ ഇന്ത്യയുടെ ചോയ്സ് ഫില്ലിംഗ്, റൗണ്ട് 1-ന്റെ ചോയ്സ് ഫില്ലിംഗ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചോയ്സ് ലോക്കിങ്ങും 7-ാം തീയതി 11 AM മുതൽ 1:30 PM വരെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിന്റെ ചോയ്സ് ഫില്ലിംഗ് ഇന്ന് എൻഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ അലോട്ട്മെന്റും ഇതിന് ശേഷമായിരിക്കും വരുന്നത്. ഈ അലോട്ട്മെന്റിന് ശേഷമായിരിക്കും എന്തായാലും കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും എന്തായാലും കേരളയുടെ വരിക. അപ്പോൾ ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കൂടി ഒരു ഫൈനൽ അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഓൾ ഇന്ത്യയിലെ സാധ്യതകൾ വളരെ വിരളമാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനന്റ് ആയിട്ട് ചേരണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. അപ്പൊ ഇതൊരു അനുഗ്രഹമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അതിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ളവർ അതൊക്കെ ചെയ്യുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനുള്ളവർ ചെയ്യുക. കേരളത്തിൽ ഒരവസരം മാത്രമായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ളത്. ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഇത് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് MBBS മാത്രം വെച്ച് കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ ഏകദേശം സാധ്യത മനസ്സിലായി കാണും. അവിടെ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ സെൽഫോ ഗവൺമെന്റ് BDS ഒക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം.
യെസ്, അപ്പൊ അതിനുള്ള ഒരു വലിയ അവസരമാണ്. വേണ്ട കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്യുക, വേണ്ടാത്തവ ഒഴിവാക്കുക. റീഅറേഞ്ച്മെന്റ് പ്രയോറിറ്റി വേണമെങ്കിൽ ആ പ്രയോറിറ്റിയിൽ ചേഞ്ച് വരുത്തുക. നിങ്ങൾ ഏതാണോ ഒന്നാമത് കൊടുക്കുന്നത് അവിടേക്കായിരിക്കും ആദ്യം നിങ്ങളെ കൺസിഡർ ചെയ്യുക. അവിടെ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ. സോ ആ പ്രയോറിറ്റി മനസ്സിലാക്കി റീഅറേഞ്ച്മെന്റ് വേണ്ടവർ, ആവശ്യമുള്ളവർ അത് നടത്താനുള്ള സാധ്യതയുണ്ട്. ഡിലീഷൻ വേണ്ടവർക്ക് അതിനുമുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ അത് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൂടെയൊക്കെ അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ നന്നായിട്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.